ഗ്രീൻ ഹൗസിന്റെ കൂടാരക്കെട്ടിൽ തഴച്ചു വളർന്ന പച്ചപ്പിന് സുഭിക്ഷത ഏറെയായിരുന്നു. കീടങ്ങളോ ഇതര രോഗബാധയോ ഏൽക്കാത്ത പ്രതലത്തിൽ വേരുകൾ പടർത്തി കൃത്യമായി കിട്ടിയ വെള്ളവും വളവും വെളിച്ചവും സ്വീകരിച്ചു വളർന്ന വള്ളിപ്പയറും കാപ്സിക്കവും സഫലതയോടെ നൽകിയത് സമൃദ്ധമായ വിളവ് തന്നെയായിരുന്നു. മഞ്ഞയും ചുവപ്പ് നിറഞ്ഞ വർണ്ണങ്ങളിൽ മുളക് വർഗത്തിന്റെ പ്രബലത കാട്ടി കാപ്സിക്കം പോളിഹൗസിൽ നിരയിട്ടു. അതേ മത്സരബുദ്ധിയോടെ ഹരിതകാന്തിയുടെ ദൃഢത കാട്ടി വള്ളിപ്പയറും നീളമിട്ടു. ഈ കാർഷിക സമൃദ്ധിയിൽ ചാരിതാർത്ഥ്യമണിഞ്ഞത് തലസ്ഥാന നഗരത്തിലെ സ്റ്റേറ്റ് അഗ്രികൾച്ചർ മാനേജ്മെന്റ് ആൻഡ് എക്സ്റ്റൻഷൻ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ സമേതി എന്ന കാർഷിക വ്യാപന പരിശീലന കേന്ദ്രമായിരുന്നു. കാർഷിക രംഗത്തെ സമഗ്രമായ വ്യാപന പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജമേകുക എന്ന ലക്ഷ്യത്തോടെ തിരുവനന്തപുരം നഗരത്തോട് ചേർന്ന ആനയറയിൽ സ്ഥാപിക്കപ്പെട്ട സ്റ്റേറ്റ് അഗ്രികൾച്ചർ മാനേജ്മെന്റ് ആൻഡ് എക്സ്റ്റൻഷൻ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് 2008 പ്രവർത്തനം ആരംഭിച്ചു. സെന്റർ ഫോർ അഡ്വാൻസ്ഡ് ട്രെയിനിംഗ് ഇൻ ഹൈടെക് അഗ്രികൾച്ചർ അഥവാ കാത്തയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ഥാപിക്കപ്പെട്ട ഈ കേന്ദ്രം ഇന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളുമായി ബഹുദൂരം പിന്നിട്ടിരിക്കുന്നു. കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, മത്സ്യഫെഡ് എന്നീ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം, ഈ മേഖലകളിലെ കാർഷികപരമായ വിജ്ഞാന വ്യാപനം, അതിലെ നിയന്ത്രണവും നേതൃത്വവും തുടങ്ങിയവ സമേതിയുടെ പ്രധാന പ്രവർത്തന തലത്തിൽപ്പെടുന്നു. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തലസ്ഥാനത്തേക്കെത്തുന്ന കർഷകർക്ക് താമസിക്കാനുള്ള സൗകര്യവും സൗജന്യ നിരക്കിൽ കേന്ദ്രം നൽകിപ്പോരുന്നു. 2012 കാർഷിക വ്യാപന രംഗത്തെ പ്രവർത്തനങ്ങൾക്കൊപ്പം ഹൈടെക് ഫാമിങ്ങിലെ ഗ്രീൻ ഹൗസ് കൃഷി രീതിയിലേക്കും സമേതി പരീക്ഷണാർത്ഥം കടന്നു ചെല്ലുകയായിരുന്നു. കാർഷിക രംഗത്തെ പുത്തൻ മാറ്റങ്ങൾ സ്വീകരിക്കുന്നതിനപ്പുറം പോളിഹൗസ് ഫാമിംഗ് എന്ന ആധുനിക കൃഷിരീതി കാർഷിക മേഖലയിലെ ഉദ്യോഗസ്ഥർക്കും കർഷകർക്കും പരിചിതമാക്കുക എന്ന ലക്ഷ്യവും സമേതിയുടെ ഈ ശ്രമത്തിന് പിന്നിലുണ്ടായിരുന്നു. സംസ്ഥാന അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷന്റെ സാങ്കേതിക സഹായത്തോടെ 6 ലക്ഷം രൂപ ചെലവിട്ട് 425 സ്ക്വയർ മീറ്റർ വിസ്തീർണത്തിൽ നിർമ്മിക്കപ്പെട്ട മാതൃകാ പോളിഹൗസിലെ പ്രഥമ കൃഷിവിള സലാഡ് വെള്ളരിയായിരുന്നു. 700 വെള്ളരിച്ചെടികളിൽ നിന്നും 1.5 ടൺ വിളവെടുക്കാൻ കഴിഞ്ഞു എന്നത് ഹൈടെക് കൃഷിരംഗത്തേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തുവാൻ സമേതിയെ പ്രേരിപ്പിക്കുകയായിരുന്നു. സമേതിയുടെ മാതൃകാ പോളിഹൗസിൽ അടുത്ത വിളയായി കൃഷി ചെയ്തത് കാപ്സിക്കവും NS 621 ഇനത്തിൽപ്പെട്ട വള്ളിപ്പയറുമായിരുന്നു. 35 ദിവസം കൊണ്ട് പൂവ് വരികയും 45 ദിനം മുതൽ വിളവെടുക്കാനും കഴിയുന്ന ഒറബെല്ല എന്ന മഞ്ഞ നിറമുള്ള ഇനവും ബോംബി എന്ന ചുവപ്പിനവുമായ കാപ്സിക്കൻ വിള സമൃദ്ധിയുടെ നിറച്ചാർത്ത് പരത്തി സമേതിയുടെ പോളിഹൗസിലെ തിളങ്ങുന്ന താരമായി. NS 621 ഇനത്തിലെ വള്ളിപ്പയറും ഫലസമൃദ്ധിയിൽ ഒട്ടും കുറവ് കാട്ടിയില്ല. സെൻറ്റർ ഫോർ അഡ്വാൻസ്ഡ് ട്രെയിനിങ് ഇൻ ഹൈടെക് അഗ്രികൾച്ചർ എന്നൊരു പദ്ധതിയുടെ കീഴിലാണ് ഈ പോളി ഹൗസ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ഇതിന് 5 കോടി ബഡ്ജറ്റിൽ അനുവദിച്ചിട്ടുണ്ട്. ഈ പോളി ഹൗസിൽ കഴിഞ്ഞ വർഷം ഈ പകുതി ഭാഗത്ത് സലാഡ് കുക്കുംബർ കൃഷി ചെയ്തു. വെറൈറ്റി ടാക്സി ആണ്. അതിൽ ഏകദേശം 700 പ്ലാന്റിൽ നിന്നും 1.5 ടൺ വിളവ് ലഭിച്ചു. ഈ വർഷം ഏകദേശം ജാനുവരി മുതൽ ഞങ്ങൾ കാപ്സിക്കം നട്ടു. പകുതി ഭാഗത്ത് കാപ്സിക്കം നട്ടു. അത് ഏകദേശം ഇപ്പോൾ 9 മാസത്തോളം പ്രായമായി. 2 വെറൈറ്റിയാണ് ഇവിടെ നട്ടത്. ബാക്കി ഭാഗത്ത് ഞങ്ങൾ പയറാണ് നട്ടത്. പയറിൻ്റെ വെറൈറ്റി NS 621 യാർഡ് ലോങ് ബീനാണ്. അതിപ്പോൾ ഒരു 45 ദിവസം പ്രായമായി, കാച്ച് തുടങ്ങിയിട്ടുണ്ട്. ലോഹ പൈപ്പുകളിൽ ബന്ധിച്ച ദൃഢതയേറിയ പോളിത്തീൻ ആവരണം പോളിഹൗസ് ഫാമിലെ അന്തരീക്ഷ ഊഷ്മാവിനെ നിയന്ത്രിക്കുന്നു. തന്മൂലം കാലാവസ്ഥ വ്യതിയാനങ്ങളില്ലാതെ കൃഷിവിളകൾക്ക് ഇവിടെ വളരാനാകുന്നു. ഒപ്പം പോളിമറിൻ്റെ ശക്തമായ പ്രതിരോധത്തിൽ പുറമേ നിന്നുള്ള കീടങ്ങൾക്ക് ഇവിടേക്ക് കടക്കാനാകില്ല.
പാക്കറ്റുകളിലെ നിശ്ചിത അകലത്തിലുള്ള കുഴികളിലായി കോക്കോബീറ്റ് എന്ന കീടബാധയോ രോഗാണുക്കളോ ഇല്ലാത്ത ചകിരിച്ചോർ കമ്പോസ്റ്റിലാണ് വിളകൾ വളരുക. നമ്മളിപ്പോൾ കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്നത് സോയിൽലെസ് മീഡിയമാണ്. ഈ സോയിൽലെസ് മീഡിയം എന്ന് പറയുന്നത് കോക്കോപീറ്റ്, അതായത് ചകിരിച്ചോർ കമ്പോസ്റ്റ് വഴിയാണ് ഈ മീഡിയം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനകത്ത് വേറെ ഒരു മെറ്റീരിയലുമില്ല, വെറും ചകിരിച്ചോറാണ്. കോക്കോപീറ്റ് ഉപയോഗിക്കുന്നത് കൊണ്ട് ഇതിനുള്ള ഒരു പ്രധാന അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണ്ണിൽ നിന്ന് ജന്യമായ രോഗങ്ങളൊന്നും തന്നെ ഈ ചെടികളിൽ അഫക്റ്റ് ചെയ്യാനില്ല. അപ്പോൾ മണ്ണ് പ്രശ്നമുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതൊക്കെ അനുവർത്തിക്കാവുന്നതാണ്. കാൽപാദങ്ങൾ അണുവിമുക്തമാക്കിയ ശേഷമാണ് കൃഷി പരിചരണത്തിനായി പോളി ഹൗസിലേക്ക് പ്രവേശിക്കുക. മഴവെള്ള സംഭരണിയിൽ നിന്നുള്ള ജലം അരിച്ചെടുത്ത ശേഷമാണ് പോളി ഹൗസിൽ ജലസേചനത്തിന് ഉപയോഗിക്കുക. വളവും വെള്ളവും ചേർന്ന മിശ്രിതം തുള്ളി ജലസേചന രീതിയിൽ പോളി ഹൗസ് ഫാമിൽ അവലംബിക്കുന്നു. 19:19:19 കാൽഷ്യം നൈട്രേറ്റ്, പൊട്ടാസ്യം നൈട്രേറ്റ്, മഗ്നീഷ്യം സൾഫേറ്റ്, മോണോ അമോണിയം ഫോസ്ഫേറ്റ് എന്നീ 5 ഇനം വളങ്ങൾ നിശ്ചിത അനുപാതത്തിൽ ജലത്തിൽ ലയിപ്പിച്ച് വെഞ്ചർ യൂണിറ്റ് വഴി എയറോ ഡ്രിപ്പർ ഉപയോഗിച്ച് ഓരോ വിളകളുടെയും ചുവട്ടിലെത്തിക്കുന്നു. 1 മണിക്കൂർ കൊണ്ട് 2 ലിറ്റർ മിശ്രിതമാണ് ഓരോ വിളകൾക്കും ലഭിക്കുക. വ്യത്യസ്ത കാലാവസ്ഥകളിൽ പോളി ഹൗസിൻ്റെ അകത്തും പുറത്തുമുള്ള ഊഷ്മാവിൻ്റെ വ്യതിയാനം അറിയാൻ ഉപകരിക്കുന്ന ഹൈഡ്രോമീറ്റർ, വളങ്ങളുടെ തീവ്രത അറിയാൻ കഴിയുന്ന ഇലക്ട്രിക്കൽ കണ്ടക്ട് മീറ്റർ എന്നിവയുടെ ശ്രദ്ധയോടെയുള്ള ഉപയോഗം പോളി ഹൗസ് ഫാമിങ്ങിൽ അതിപ്രധാനമാണ്. ഇതിലുള്ള അശ്രദ്ധ വിളകളുടെ വളർച്ചയെ സാരമായി ബാധിക്കുമെന്നുള്ളതും അറിയേണ്ടതുണ്ട്. വളപ്രയോഗ രീതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളം, അതായത് All-19, കാൽഷ്യം നൈട്രേറ്റ്, മോണോ അമോണിയം ഫോസ്ഫേറ്റ്, മഗ്നീഷ്യം സൾഫേറ്റ്, പൊട്ടാസ്യം നൈട്രേറ്റ് തുടങ്ങിയ വളങ്ങൾ വെഞ്ചൂറി വഴി കടത്തിവിടുകയാണ്. കടത്തിവിട്ടിട്ട് നമ്മളിവിടെ പ്ലാന്റിൻ്റെ ചുവട്ടിൽ ഈ എയറോ ഡ്രിപ്പർ എന്ന് പറയുന്ന അത്യാധുനികമായ സംവിധാനം ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ചെടിക്ക് വെള്ളവും വളവും നൽകുന്നത്. ഈ വെള്ളവും വളവും ഈ ഡിസ്ചാർജിൻ്റെ ഇതിൻ്റെ എത്തുന്നത് 2 ലിറ്റർ 1 മണിക്കൂർ എന്നുള്ള കണക്കിലാണ് നമ്മുടെ ചെടിയുടെ ചുവട്ടിലെത്തുന്നത്. ഈ വളത്തിൻ്റെ അളവ് നമ്മൾ കൃത്യമായ തോതിൽ അളന്നെടുത്ത് അത് വെള്ളത്തിൽ ലയിപ്പിച്ച് ഓരോ ചെടിയുടെയും ചുവട്ടിലെത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇത് പ്രത്യേകിച്ച് സോയിൽലെസ് മീഡിയം ആയതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം നമ്മൾ വളത്തിനെ അളന്നെടുക്കുകയും അത് കൃത്യമായ അളവിൽ വെള്ളത്തിൽ ലയിപ്പിച്ച് ചെടികളുടെ ചുവട്ടിലെത്തിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് എടുക്കുമ്പോൾ തന്നെ വെള്ളത്തിൽ ലയിപ്പിക്കുമ്പോൾ അതിൻ്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയും pH ഒന്ന് നമ്മൾ മെഷർ ചെയ്യാറുണ്ട്. കാരണം അത് കൂടുതലാണെങ്കിൽ ചെടികൾ ഉണങ്ങിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വളരെയധികം ശ്രദ്ധയോടുകൂടി മാത്രമേ ഇത്തരത്തിലുള്ള ഒരു ഇറിഗേഷൻ സംവിധാനം ഒരു പരിചയം ലഭിച്ചതിന് ശേഷം മാത്രമേ ചെയ്യുന്നത് അഭികാമ്യമായിട്ടുള്ള കാര്യമാണ്. ഇച്ഛാശക്തിയും നിശ്ചയദാർഢ്യവും കലർന്ന സമേതിയുടെ കൃഷി പരിപാലന രീതിയുടെ സാക്ഷാത്കാരമായിരുന്നു സ്വന്തം പോളി ഹൗസിലെ വിളവെടുപ്പ്. സമേതിയുടെ സ്ഥാപന കേന്ദ്രത്തിന് സമീപം തന്നെ പ്രവർത്തിക്കുന്ന ആനേറ അഗ്രികൾച്ചർ അർബൻ ഹോൾസെയിൽ മാർക്കറ്റാണ് സമേതി പോളി ഹൗസ് ഉൽപ്പന്നങ്ങളുടെ പ്രധാന വിപണന കേന്ദ്രം. ഇടത്തട്ടുകാരുടെ ചൂഷണത്തിൽ നിന്നും കർഷകരെ സംരക്ഷിച്ച് കാർഷിക വിളകൾക്ക് മെച്ചപ്പെട്ട വില ലഭ്യമാക്കാനായി ജില്ലയിലെ 25 പഞ്ചായത്തുകളിൽ നിന്നും രൂപീകരിച്ച കർഷകരുടെ ക്ലസ്റ്റർ പങ്കാളിത്തത്തോടെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങളുടെ ലേല വിൽപ്പനയാണ് ഇവിടെ നടക്കുക. ആനേറ അഗ്രികൾച്ചർ അർബൻ ഹോൾസെയിൽ മാർക്കറ്റ് 2003 വർഷമാണ് ആരംഭിക്കുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത് 2012 മുഖ്യമന്ത്രിയുടെ 100 ദിന പരിപാടിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കൃഷിക്കാർക്ക് മെച്ചപ്പെട്ട വില നൽകുവാനുള്ള ഒരു ലേല സംവിധാനം ഇവിടെ തുടങ്ങുകയുണ്ടായി. ഇത് ബേസിക്കായിട്ട് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ മാർക്കറ്റിന് 25 കിലോമീറ്റർ ചുറ്റളവിലുള്ള പച്ചക്കറി പ്രധാനമായിട്ടും വിളയിക്കുന്ന
പഞ്ചായത്തുകളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. പച്ചക്കറി കൃഷി ചെയ്യുന്ന 50 മുതൽ 75 വരെ കൃഷിക്കാർ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ക്ലസ്റ്റേഴ്സാണ് ഇതിൽ പങ്കെടുക്കുന്നത്. രാവിലെ തന്നെ നമ്മൾ പ്രധാനപ്പെട്ട മാർക്കറ്റിൽ നിന്നും ഒരു വില കളക്ട് ചെയ്യും. അന്നുള്ള ദിവസങ്ങളിലുള്ള പ്രധാനപ്പെട്ട നാടൻ പച്ചക്കറികളുടെ വില നമ്മൾ എല്ലാ മാർക്കറ്റിലും തിരുവനന്തപുരം ജില്ലയിലുള്ള പല ഭാഗങ്ങളിൽ നിന്നും നമ്മൾ ആദ്യം വില കളക്ട് ചെയ്യും. എന്നിട്ട് കൃഷിക്കാർക്കൊരു അവസരം കൊടുക്കും. കൃഷിക്കാർ ഹോർട്ടിക്കൾച്ചർ കോർപ്പറേഷൻ, ചാല മാർക്കറ്റ്, നമ്മുടെ ഈ അർബൻ ഹോൾസെയിൽ മാർക്കറ്റിൻ്റെ അകത്ത് തന്നെ വേറെ ഹോൾസെയിൽ ആൾക്കാരുണ്ട്. അവരുടെ അടുത്ത് നിന്നെല്ലാം ഒരു വില നമ്മൾ സംഘടിപ്പിച്ചുകൊണ്ട് കൃഷിക്കാരുമായിട്ട് സംസാരിച്ച് നമ്മളൊരു വില നെഗോഷിയേറ്റ് ചെയ്ത ഒരു വിലയിൽ ബേസ് വില എന്ന് പറഞ്ഞ വില ആദ്യം എത്തും. ആ വിലയിൽ നിന്നും ഉറപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ലേലം തുടങ്ങുന്നത്. അപ്പോൾ കൃഷിക്കാർക്ക് മെച്ചപ്പെട്ട വില ഈ ഹോർട്ടിക്കൾച്ചർ കോർപ്പറേഷൻ, ഗവൺമെൻറ് സ്ഥാപനങ്ങളായ ഹോർട്ടിക്കൾച്ചർ കോർപ്പറേഷൻ, പിന്നെ കൺസ്യൂമർ ഫെഡ്, പിന്നെ റീറ്റെയിൽ ഏജൻസിയായ ഇവിടുത്തെ പ്രമുഖപ്പെട്ട മാർജിൻ ഫ്രീ ഷോപ്പുകളിലെ ഗാർഡൻ ഫ്രഷ് പച്ചക്കറികൾ വിൽക്കുന്ന പ്രധാനപ്പെട്ട പാർട്ടികൾ, അതേപോലത്തെ ആൾക്കാരാണ് ഇവിടെ സാധനം മേടിക്കാൻ എത്തുന്നത്. സമേതിയുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ പ്രധാനമായും സംസ്ഥാന ഹോർട്ടികോപ്പ് തന്നെ നിശ്ചിത വിലയ്ക്ക് വാങ്ങുന്നു. ഇവ തങ്ങളുടെ വിൽപ്പന സ്റ്റാളുകളിലൂടെയും സഞ്ചരിക്കുന്ന വിൽപ്പനശാലകളിലൂടെയും സബ്സിഡി നിരക്കിൽ ജനങ്ങൾക്ക് വിൽക്കുകയും ചെയ്യുന്നു. പോളി ഹൗസിനോട് ചേർന്ന് തന്നെ തുറസായ സ്ഥലത്ത് സമേതി പടവല കൃഷിയും ചെയ്തു വരുന്നു. പരിപാലനത്തിലെ മികവ് മൂലം മെച്ചപ്പെട്ട വിളവ് തന്നെ ഇവിടെയും സമേതിക്ക് തരമാകുന്നു. കൃഷിവകുപ്പിൻ്റെ ഫലശ്രീ പദ്ധതി പ്രകാരം 2009 സമേതി ആരംഭിച്ച കദളി വനം ഫലവൃക്ഷങ്ങളുടെ ഒരു സംരക്ഷിത തോട്ടം തന്നെയാണ്. 1.5 ഏക്കർ വരുന്ന ഇവിടുത്തെ 56 ഇനങ്ങളിലുള്ള ഫലവൃക്ഷങ്ങൾ സമേതി നട്ടുവളർത്തുന്നു. ഇതിൽ അപൂർവ ഇനം ഫലവൃക്ഷങ്ങൾക്കൊപ്പം 24 ഇനം മാവ്, 4 ഇനം പ്ലാവ്, മലയോര മേഖലകളിൽ മാത്രം കാണുന്ന ഫലവൃക്ഷങ്ങൾ, നെല്ലി, റംബൂട്ടാൻ, വിവിധതരം ആത്തകൾ, പപ്പായ തുടങ്ങിയവ ഉൾപ്പെടുന്നു. പച്ചക്കറികൾക്കൊപ്പം ഫലവൃക്ഷങ്ങളുടെ പ്രാധാന്യവും പകർന്നു കൊടുക്കുകയാണിവിടെ. സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ ഫലശ്രീ പദ്ധതി പ്രകാരം 2009 നടപ്പിലാക്കിയ ഒരു പദ്ധതി പ്രകാരമാണ് ഈ കാണുന്ന നമ്മുടെ ഫലവൃക്ഷങ്ങളുടെ ശേഖരണം. ഇവിടെ ഏകദേശം 1.5 ഏക്കർ സ്ഥലത്ത് 56 ഇനം ഫലവൃക്ഷങ്ങൾ ഇവിടെ നട്ടു വളർത്തിയിട്ടുണ്ട്. ഇത് കൂടുതൽ ചെയ്തു വളർത്തിയതിൻ്റെ ഉദ്ദേശം തന്നെ നമ്മുടെ പോഷകാഹാരത്തിൽ ഒരുപാട് പച്ചക്കറികളും ഫലവൃക്ഷങ്ങളും ഉൾപ്പെടുത്തേണ്ട ഒരു അനിവാര്യത കണക്കിലെടുക്കാനും മറ്റുള്ളവരെ കണ്ടു ഒരു പഠിപ്പിക്കാനും കൂടി വേണ്ടിയാണ് ഈ പ്രദർശനത്തോട്ടം ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത്. നമ്മുടെ ഈ സ്റ്റേറ്റ് അഗ്രികൾച്ചർ മാനേജ്മെൻറ്റ് എക്സ്റ്റൻഷൻ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൃഷി വകുപ്പിലും മൃഗസംരക്ഷണത്തിലും അതുപോലെ തന്നെ ഫിഷറീസ്, ക്ഷീരവികസനം എന്നിവിടങ്ങളിലുള്ള വിജ്ഞാന വ്യാപന രംഗത്ത് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ പരിശീലനത്തിന് വരുമ്പോൾ അവർക്ക് കണ്ട് പഠിക്കുന്നതിനും അതുപോലെ തന്നെ ഇത് മാതൃകാപരമായി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഏകദേശം മാവ് തന്നെ 24 വെറൈറ്റീസ് ഉണ്ട്. മെയിനായിട്ടും മല്ലിക, ചന്ദ്രക്കാരൻ, അമൃതപാനി, ഹിമായുദ്ദീൻ അങ്ങനെ 24 മാവിൻ്റെ ഇനങ്ങളും, അതേപോലെ തന്നെ പ്ലാവ് 4 ഇനങ്ങൾ, പേര ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, പോംഗ്രാനേറ്റ് ഉണ്ട്. എല്ലാ തരം ഫ്രൂട്ട് പ്ലാന്റ്സും ഇവിടെ ലഭ്യമാണ്. അതുപോലെ തന്നെ അകത്തിച്ചീര, നെല്ലി, റംബൂട്ടാൻ, നമുക്ക് റെയറായിട്ട് കിട്ടുന്ന ഫലവൃക്ഷങ്ങളുടെ ചെടികളും ഇവിടെ നട്ടു വളർത്തിയിട്ടുണ്ട് മറ്റുള്ളവർക്ക് കാണുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സംരക്ഷിച്ചു കഴിഞ്ഞാൽ ഏത് ശീതകാല ഫ്രൂട്ട് പ്ലാന്റ്സും അല്ലെങ്കിൽ മറ്റ് ഹിൽ ട്രാക്സിൽ വരുന്ന ഫലവൃക്ഷങ്ങളും നമുക്ക് ഇവിടെ വളർത്താൻ സാധിക്കും എന്നുള്ള ഒരു അനുഭവമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാലമാറ്റങ്ങൾ കണ്ടറിഞ്ഞ് ശാസ്ത്രീയമായ കാർഷിക രീതികൾ അവലംബിച്ച് പച്ചക്കറികളും ഫലവൃക്ഷങ്ങളും സമൃദ്ധമാകുന്ന ഒരു കാർഷിക പുരോഗതിക്കായി ഹൃദയസമർപ്പണം ചെയ്യുന്ന സമേതി അബലതകൾ നേരിടുന്ന നമ്മുടെ കാർഷിക മേഖലയിൽ പ്രത്യാശയുടെ കിരണങ്ങൾ വർഷിക്കുന്നു എന്ന്
നിസ്സംശയം കാണാം. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പച്ചക്കറി കൃഷി വികസനത്തിന് 1 കോടി രൂപയുടെ പദ്ധതി. ആധുനിക സാങ്കേതിക വിദ്യകൾ കർഷകരിൽ എത്തിക്കാൻ സാങ്കേതിക വിദ്യാവാരം. കാർഷിക വാർത്തകൾ വിശദമായി. പച്ചക്കറി കൃഷി വികസന പദ്ധതിക്ക് 100 ലക്ഷം രൂപ കൃഷി വകുപ്പ് അനുവദിക്കും. പദ്ധതി പ്രകാരം 450 ക്ലസ്റ്ററുകൾ രൂപീകരിക്കുകയും 450 പ്രദർശന തോട്ടങ്ങൾ തയ്യാറാക്കുകയും ചെയ്യും. 30 സെന്റ് വീതമുള്ള ഓരോ കൃഷിയിടത്തിനും 15,000 രൂപ സഹായം നൽകും. സൂക്ഷ്മ മൂലക പ്രയോഗത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കർഷകരെ ബോധവൽക്കരിക്കാനും ഉചിതമായ വിധത്തിൽ മണ്ണ് പരിശോധന നടത്തുവാനും പദ്ധതിയിൽ വിഭാവനം ചെയ്യുന്നു. ജില്ലാതലത്തിൽ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ അധ്യക്ഷനായ സമിതിയാണ് പദ്ധതിയുടെ പ്രവർത്തന പുരോഗതി വിലയിരുത്തുന്നത്. പാലക്കാട് മലമ്പുഴയിലെ ജലസംഭരണികളിലെ കൂടുകളിൽ മത്സ്യകൃഷി ചെയ്യാൻ താൽപര്യമുള്ള കർഷകരിൽ നിന്നും മത്സ്യ ഗവേഷണ ഏജൻസി അപേക്ഷ ക്ഷണിക്കുന്നു. മത്സ്യക്കൂടുകൾക്കും കൂട് കൃഷിക്കും ഏജൻസി പ്രത്യേക സബ്സിഡിയും സഹായങ്ങളും നൽകും. അപേക്ഷയിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന കർഷകരുടെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയാണ് മത്സ്യകൃഷി നടപ്പിലാക്കുക. താൽപര്യമുള്ള അപേക്ഷകർ ഒക്ടോബർ 23 മുൻപ് ഇനി പറയുന്ന വിലാസത്തിൽ അപേക്ഷകൾ സമർപ്പിക്കണം. പ്രോജക്ട് കോർഡിനേറ്റർ, മത്സ്യ ഗവേഷണ മാനേജ്മെന്റ് ഏജൻസി, സലീം അലി റോഡ്, 652018. പശു ആട് വളർത്തലിൽ യുവതി യുവാക്കൾക്ക് 4 ദിവസത്തെ പരിശീലനം. തൃശൂർ രാമവർമ്മപുരത്തെ മിൽമ ട്രെയിനിംഗ് സെന്ററിൽ 2 ബാച്ചിലായി 15 പേർക്ക് വീതമാണ് പ്രവേശനം ലഭിക്കുക. പശു വളർത്തൽ പരിശീലനം ഈ മാസം 23 മുതൽ 26 വരെയാണ്. താൽപര്യമുള്ളവർ 19-ാം തീയതിക്ക് മുൻപ് പേര് രജിസ്റ്റർ ചെയ്യണം. നവംബർ 4 മുതൽ 7 വരെ നടക്കുന്ന ആടുവളർത്തൽ പരിശീലനത്തിന് ഈ മാസം 31 മുൻപും രജിസ്റ്റർ ചെയ്യണം. വിശദ വിവരങ്ങൾക്ക് പ്രിൻസിപ്പൽ IC, മിൽമ ട്രെയിനിംഗ് സെന്റർ, രാമവർമ്മപുരം PO, തൃശൂർ എന്ന വിലാസത്തിൽ ബന്ധപ്പെടണം. ഫോൺ നമ്പർ 0487269589. കാർഷിക മേഖലയിലെ ആധുനിക സാങ്കേതിക വിദ്യകൾ കർഷകർക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന കൃഷി വകുപ്പ് ഈ മാസം 28-ാം തീയതി മുതൽ നവംബർ 1-ാം തീയതി വരെ സാങ്കേതിക വിദ്യാവാരം സംഘടിപ്പിക്കുന്നു. തിരുവനന്തപുരം ആത്മ, മിത്ര നികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രം എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വാരാചരണത്തിൽ കാർഷിക സെമിനാറുകൾ, പ്രദർശനം എന്നിവ ഉണ്ടാകും. വിശദ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. 0472288206, 0472217666. കോട്ടയം ഉപ്പളം ഫാമിൽ കാരി, വരാൽ കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ഇവ കൂടാതെ നാടൻ തിലോപ്പിയയും വിൽപ്പനയ്ക്കുണ്ട്. താൽപ്പര്യമുള്ള കർഷകർക്ക് ഉപ്പളം ഫിഷ് ഫാമുമായി ബന്ധപ്പെടാം. ഫോൺ നമ്പർ 048124344039. കുട്ടനാട്ടിൽ യന്ത്രവൽകൃത ഞാറ് നടീലിന് തുടക്കമായി. അപ്പർ കുട്ടനാടൻ മേഖലയായ വൈക്കത്തിനടുത്ത് ചെമ്പിലെ കുന്നത്ത് പാടശേഖരത്തിലാണ് ഈ ഞാറുനടീലിന് പ്രാരംഭം കുറിച്ചത്.
സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ സഹായത്തോടെ കുമരകം കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഇവാൻസ് പുരുഷ സ്വയ സഹായ സംഘമാണ് പുതിയ ഞാറുനടീൽ സംരംഭത്തിൽ പങ്കാളികളാകുന്നത്. കൃഷിക്കാർക്ക് വേണ്ട യന്ത്ര സാമഗ്രികളും കൃഷി വിജ്ഞാൻ കേന്ദ്രം സൗജന്യമായി നൽകി. KVKയിൽ പരിശീലനം നേടി ഞാറുനട്ട കർഷകർക്ക് ഇത് പുതിയൊരു അനുഭവമായി മാറി. കുട്ടനാട് താലൂക്കിലെ പുഞ്ച കൃഷിക്ക് കൃഷിഭവനുകളിൽ വിത്തും ആനുകൂല്യവും ലഭിക്കും. സൗജന്യമായി വിത്തുകളും ഹെക്ടറിന് 4500 രൂപയുടെ ധനസഹായവും ലഭിക്കും. വിത്തിനും ആനുകൂല്യത്തിനും പാടശേഖര സമിതിയുടെ ശുപാർശയോട് കൂടിയ അപേക്ഷകൾ കൃഷിഭവനുകളിൽ എത്തണമെന്ന് കുട്ടനാട് താലൂക്കിലെ കൃഷി ഓഫീസർമാർ അറിയിച്ചു. ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്തിൽ 300ഓളം ആടുകളെയും 1600 താറാവിൻ കുഞ്ഞുങ്ങളെയും 110 എരുമകളെയും വിതരണം ചെയ്യും. ഗുണഭോക്താക്കളുടെ ലിസ്റ്റിൽ പേരുള്ളവർ ഈ മാസം 30-ാം തീയതിക്ക് മുൻപ് ചാത്തന്നൂർ മൃഗാശുപത്രിയുമായി ബന്ധപ്പെടുക. പന്തളത്ത് കടയ്ക്കാട്ടുള്ള കരിമ്പ് വിത്തുൽപാദന കേന്ദ്രത്തിൽ ഗുണമേന്മയുള്ള പതിയൻ ശർക്കര ലഭ്യമാണ്. കിലോയ്ക്ക് 60 രൂപയാണ് വില. മുൻകൂർ ബുക്കിംഗിന് 0473425250 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഇനി കമ്പോള നിലവാരം. റബ്ബർ RSS 4 ക്വിന്റലിന് 16,650 രൂപ, റബ്ബർ RSS 5 ക്വിന്റലിന് 16,100 രൂപ, വെളിച്ചെണ്ണ ക്വിന്റലിന് 9,400 രൂപ, കൊപ്ര ക്വിന്റലിന് 9,400 രൂപ, കുരുമുളക് ക്വിന്റലിന് 40,800 രൂപ, നാളികേരം തൊണ്ടോട് കൂടിയത് കിലോയ്ക്ക് 8,000 രൂപ, നാളികേരം തൊണ്ടില്ലാതെ കിലോയ്ക്ക് 9,500 രൂപ. കമ്പോള അവലോകനം. കുരുമുളക് വിപണി കൊച്ചിയിൽ. ഗാർബിൾഡ് കുരുമുളക് ക്വിന്റലിന് 42,800 രൂപ, അൺഗാർബിൾഡ് കുരുമുളക് ക്വിന്റലിന് 40,800 രൂപ. കുരുമുളക് വിപണി കൽപ്പറ്റയിൽ. ചേട്ടൻ കുരുമുളക് ക്വിന്റലിന് 40,500 രൂപ, വയനാടൻ കുരുമുളക് ക്വിന്റലിന് 41,000 രൂപ. കൊപ്ര വിപണി. കോഴിക്കോട് കിൻഡലിന് 6,750 രൂപ, തളിപ്പറമ്പ് 6,400 രൂപ, കാസർഗോഡ് 6,400 രൂപ. വെളിച്ചെണ്ണ കണ്ണൂർ കിൻഡലിന് 6,800 രൂപ, കോട്ടയം 9,900 രൂപ, ആലപ്പുഴ 9,400 രൂപ. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 27.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.4 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 26.9, 24.1, കൊച്ചി 30.2, 21.4, ആലപ്പുഴ 28.4, 23, പുനലൂർ 33.5, 22, തിരുവനന്തപുരം 32.8, 23.9 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.